ടൊവിനോ തോമസ് നായകനായ നരിവേട്ട ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്തു. സിനിമ അതിഗംഭീര റിപ്പോർട്ടാണ്. ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അനുരാജ് മനോഹർ. കയ്യടി കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും നട്ടലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കഥയും തിരക്കഥയും സംഭാഷണവുമാണ്. ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അബിൻ ജോസഫ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെറുകഥ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ കൂടി ഈ സിനിമ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് സംവിധാനവും തിരക്കഥയും. അത് രണ്ടും കയ്യടി അർഹിക്കുന്ന രീതിയിൽ തന്നെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനുരാജ് മനോഹറും അതുപോലെ അബിൻ ജോസഫും അത് ഗംഭീരാക്കിയിട്ടുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ക്യാമറയാണ്. ക്യാമറ അതിഗംഭീരമായി വയനാടൻ കാടുകളുടെ പശ്ചാത്തലം എത്ര മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ടെന്നറിയൂ. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന്റെ ആ ഒരു ചടുലത കൊണ്ട് തന്നെ സിനിമ നമ്മളിങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടേയിരിക്കും. നമുക്കൊന്ന് തിരിയാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ എഡിറ്റിംഗ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ പശ്ചാത്തല സംഗീതവും ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. ഒന്നും പറയാനില്ല. ആ സിനിമയുടെ ഒരു സോള് കിട്ടിയത് ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒപ്പം ആദിവാസി വിഭാഗത്തിന്റെ കുറേ നല്ല പാട്ടുകൾ ചേർത്ത് വെച്ചിട്ട് അതുൽ നരകര പാടിയൊരു പാട്ടുണ്ട് ഇതിനകത്ത്. അതും സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അത്രയും ചില സമയത്തൊക്കെ അതിൻ്റെ ഒരു സോങ് വരുന്നൊരു സീനുണ്ട്, അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ താമരശ്ശേരി ചുരം കയറി നമ്മുടെ പോലീസുകാരുടെ വണ്ടി വരുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് വയനാട്ടിലേക്ക് കടക്കുകയാണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാട്ട് കയറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ തിയേറ്റർ എമ്മാതിരി ഗൂസ് ബംസ് ഉണ്ടാക്കുന്നറിയോ. അത്തരത്തിൽ എല്ലാ മേഖലയും ഗംഭീരമായ മേക്കിംഗ് നടത്തിയിട്ടുള്ള ഇതിനകത്ത് പ്രവർത്തിച്ച ടീമെല്ലാം അതിഗംഭീരമായി. ഇപ്പൊ ടൊവിനോ ആയാലും സുരാജ് ആയാലും ചേരനായാലും ഒപ്പം ആദിവാസി വിഭാഗത്തിന്റെ തലവനായിട്ട് ഒരു സ്ത്രീ ഉണ്ട്, അവര് ആര്യ സലീം, അവരൊക്കെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ആദിവാസി യുവാവ് പ്രവീൺ, അതെ ടൊവിനോന്റെ ഒപ്പം തന്നെ കട്ടക്കേക്കുന്ന പെർഫോമൻസ്. ഇങ്ങനെ എല്ലാ മേഖലയും വെച്ച് നോക്കിയാൽ മസ്റ്റായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നരിവേട്ട എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം.